നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തന്തൂരി ചിക്കൻ കബാബാണ്. അതിന് തന്തൂരി അടുപ്പോ സ്ക്യൂവറോ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നമ്മൾ അതിനായിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചിക്കൻ എടുത്തിട്ടുള്ള 200 ഗ്രാമോളം ചിക്കൻ, 1 ടേബിൾ സ്പൂണോളം ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി, ആ മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് 20 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ വെച്ചാൽ പോലെ അതിൻ്റെ ഫുൾ അഴുക്കും അണുക്കളും എല്ലാം പോകും. ചിക്കൻ നല്ല ടെൻഡറായിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടാൻ ഏറ്റവും നല്ല മാർഗ്ഗം നമ്മളൊരു 10-20 മിനിറ്റ് വിനാഗിരിയിലും ഉപ്പിലും നമ്മൾ ഫിഷൊക്കെ ഇട്ട് വയ്ക്കും പോലെ ചിക്കൻ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഗ്രില്ല് ചെയ്യുന്ന എല്ലാ ഐറ്റത്തും ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് കുക്കായും കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും. ഒട്ടും വെള്ളമില്ലാതെ ചിക്കൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഓപ്ഷണലാണ്. കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1/4 ടേബിൾ സ്പൂൺ, കസ്തൂരി മേത്തി ഒരു അല്പം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂണോളം തൈര്. ഇത്രയും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതിൽ നമുക്ക് ചാറ്റ് മസാലയും കസ്തൂരി മേത്തിയൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിന് നമ്മൾ ഇടുന്നുള്ളൂ. അത് നമ്മുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ടി ഒഴിവാക്കാം. അതിൽ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഒരു നുള്ളു സോഡാപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്പം സോഡാപ്പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും പെട്ടെന്ന് കുക്ക് ആവാനും നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടാൻ എല്ലാത്തിനും സോഡാപ്പൊടി നമ്മൾ ഒരുപാട് സഹായിക്കും. അത് സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഒരല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഓയിലിൻ്റെ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നു. ഒരു 2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. നമ്മളൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു, 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഇത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മളത് നല്ല രീതിയിൽ കുക്കായി വന്നതിന് ശേഷം മറിച്ചിടാണ്. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് കുക്ക് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു 80% ശരിക്കും ഇതിനെ കുക്ക് ചെയ്യുന്നത്. ചിക്കൻ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ചിക്കൻ കിട്ടും. ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കില്ല. നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് മാറ്റുന്നില്ല. ഒരു 80% കുക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ചപ്പാത്തിയൊക്കെ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്രില്ലറിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസെല്ലാം എടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മളിതിന് ശരിക്കും ഒരു ചുട്ട ടേസ്റ്റ് വരാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഗ്രില്ലറിൽ വെച്ച് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിക്കൻ ഒന്ന് നമ്മുടെ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന ഗ്രില്ലറിൽ വെച്ച് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കൂടി നമുക്കിതിന് കിട്ടും. ഒന്ന് മറിച്ചിട്ടിട്ടൊക്കെയാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ശരിക്കും ആ ഒരു ചുട്ട ഒരു ടേസ്റ്റ് നമുക്ക് ചിക്കന് കിട്ടും. അടച്ചു വയ്ക്കാവുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കട്ടുകയിൽ നമ്മൾ നല്ല രീതിയിൽ കത്തിച്ച് വെച്ചിട്ടുള്ള കനലയിലേക്ക് വെച്ചു. അതിനുശേഷം ഒരല്പം ഓയിലോ ബട്ടറോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ ആ ആവി മുഴുവൻ ശരിക്കും ആ ചിക്കനിലേക്ക് കിട്ടും. നല്ലൊരു സ്മോക്കി ഫ്ലേവറായിട്ട് ചിക്കൻ മാറും. ഇനി നമ്മൾ ബട്ടർ അല്പം ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല ഗ്ലേസിന് വേണ്ടിയിട്ട് ബട്ടർ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചിക്കനാണത്. നമുക്ക് എത്രയും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കുമ്പോൾ അത്രയും ടേസ്റ്റുള്ള ചിക്കൻ തന്നെയാണത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. നമുക്കൊരു വിരലുകൊണ്ട് പോലും ഇതിനെ സോഫ്റ്റായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിനാഗിരിയിലും ഉപ്പിലും ജസ്റ്റ് ഇട്ട് വെച്ചുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആകുന്നത്. അപ്പം സോഡാപ്പൊടി കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ട്രഡീഷണൽ ടേസ്റ്റുള്ള മീൻചട്ടിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.